ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായ ഒരു ചട്നി പൗഡറുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് പറയാം. ഒരു അര ബൗള് കഴുകി ഉണക്കി വൃത്തിയാക്കിയ ഉഴുന്നുപരിപ്പ്, ഒരു കയ്യിൽ കുറച്ച് കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കയ്യിൽ ഒരു കൈക്കുമ്പിളിൽ കൊള്ളുന്നതിൻ്റെ അത്രയും കടലപ്പരിപ്പാണ് ആവശ്യം. ഒരു ചെറിയ സ്പൂണിന്, അതായത് ഇതേ അളവിലുള്ള ഒരു ചെറിയ സ്പൂണിൽ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരര സ്പൂണ്, അതേ സ്പൂണിൽ തന്നെ ഒരര സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇതുപോലൊരു ചെറിയ കഷ്ണം കായം, 2 തണ്ട് കറിവേപ്പില എന്നിവയാണ് ഈ ഒരു ചട്നിക്കായിട്ട് ആവശ്യമുള്ളത്. ഇത് ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്രൈ പാൻ അടപ്പത്ത് വെച്ച് ഈ പൊട്ടുകടലയും ഉഴുന്നുപരിപ്പും കൂടി നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലവണ്ണം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് കായവും കൂടി ഇട്ട് കൊടുക്കാം. കായവും ഈ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മുളക് പൊടി ഇതിനകത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ഇതിനോടൊപ്പം ഈ മല്ലിപ്പൊടിയും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി നല്ല തരിതരിപ്പോടെ ഇതൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു ശകലം കുറച്ച് ഉഴുന്നുപരിപ്പും കുറച്ച് പൊട്ടുകടലയും കൂടെ അധികത്തിൽ ചേർത്തിട്ടുണ്ട്. കാരണം എന്താ, ഇത്തിരി അധിക അളവിൽ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് അത് വളരെ ചെറിയ രീതിയിൽ കാണിച്ചു തന്നത്, അളവ് കുറച്ച് കാണിച്ചു തന്നത്. ഇതിങ്ങനെ നിന്ന് വറുത്ത് കൊടുക്കാം. നല്ല കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ചൂട് മാത്രം മതി. നമ്മുടെ ഈ പാനിനകത്തിൽ അല്ലെങ്കിൽ ചീനിച്ചട്ടിയിലുള്ള ചൂട് മാത്രം മതി ഇതിനകത്ത്. കരിഞ്ഞു പോകാതെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു നല്ല പരുവമായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഒന്ന് തണുക്കാൻ വയ്ക്കണം. തീയെല്ലാം നമ്മൾ ഓഫ് ചെയ്തു. നല്ല ചട്നി പൗഡർ ഉണ്ടാക്കാൻ തക്ക പരുവമായി. ഇനി നമ്മളിതൊന്ന് തണുക്കാൻ വയ്ക്കണം. ഒരു അരമണിക്കൂറിലധികം ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇത് പൊടിച്ചെടുക്കാവൂ. ഇതിപ്പോൾ നല്ല 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നന്നായി അത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നിയുടെ പൊടി ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ നന്നായി തണുത്തു. ഇനി നമ്മൾ മിക്സിയിലോട്ട് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കും. മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലോട്ടൊന്ന് ചാലിച്ചെടുക്കാം. അരിദോശയുടെ കൂടെയും ഗോതമ്പ് ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ വളരെയധികം ടേസ്റ്റിയാണ്. ഇത് ആവശ്യാനുസരണം ഉപ്പ് പൊടി ചേർത്ത് കഴിക്കാം. ഇത് നമുക്ക് അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കാം. നമുക്ക് ആവശ്യത്തിന്, ചിലർക്ക് ഉപ്പ് കുറവായിരിക്കും ആവശ്യം, ചിലർക്ക് കൂടുതൽ ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, എന്നെ ഫോളോ ചെയ്യാൻ മടിക്കരുത്. നന്ദി, നമസ്കാരം.